ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലൂസ് റാൻഡം ടെക്. കോയിൻസ് ഇതുപോലെ വേർതിരിച്ച് വെക്കാത്തവരായി ആരും തന്നെ കാണില്ല. ഒരുപാട് കോയിൻസ് ഉണ്ടെങ്കിൽ അതൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഒരു എളുപ്പവഴിയുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പാഴ്വസ്തുക്കളെ റീയൂസ് ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് നമ്മുടെ മെയിൻ തീം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. കാർഡ്ബോർഡാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ മെറ്റീരിയൽ. അപ്പോൾ ഇത് വെച്ചാണ് കോയിൻ സോർട്ടിംഗ് മെഷീൻ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വ്യത്യസ്ത ഡയമീറ്ററുകളിലുള്ള 5 കോയിൻസാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ 4 സെൻറ്റിമീറ്റർ വെച്ച് 5 കോളംസാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഓരോ കോയിൻസിൻ്റെയും ഡയമീറ്ററിൻ്റെ ലെങ്ത്ത് ഇതിൽ മാർക്ക് ചെയ്തെടുക്കണം. ഇത് നല്ല പക്കയായിട്ട് ചെയ്തില്ലെങ്കിൽ എല്ലാ കോയിൻസും കൂടെ ഒന്നിലോട്ട് തന്നെ ചാടിപ്പോകും. കോയിൻസ് വന്ന് വീഴേണ്ട ആ ഹോൾസ് മാത്രമേ കറക്റ്റ് അളവിൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കോയിൻസിൻ്റെ ഡയമീറ്റർ മാത്രം കറക്റ്റ് വരച്ച് ബാക്കിയൊക്കെ ചുമ്മാ ഒരളവിനങ്ങ് വരച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പർ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. കോയിൻ നല്ല സ്മൂത്തായിട്ട് സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഒട്ടിച്ചത്. അപ്പോൾ 5 വ്യത്യസ്ത കോയിൻസും അതിൻ്റേതായ ബോക്സിൽ തന്നെ വന്നു വീണു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ മെയിൻ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്കിത് ബിൽഡപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കോയിൻസ് പുറത്ത് വീഴാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയെടുക്കാം.
അത് സെറ്റായി. ഇനിയിപ്പോൾ ഇത് വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് കൂടി ഉണ്ടാക്കിയെടുക്കണം. അതും സെറ്റ്. അപ്പോൾ ഇനി ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കൂടി വീഴുന്ന കോയിൻസ് മുന്നിലേക്ക് വരാനായിട്ട് ഒരു സ്ലോപ്പ് കൂടി കൊടുക്കാം. അപ്പോൾ ഇതിനൊരു ബേസ് കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ 5 ബോക്സും സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി പാർട്ടീഷൻസ് ഉണ്ടാക്കി വെക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒട്ടിച്ച് ഒരു നല്ല ഫ്രെയിം ഉണ്ടാക്കി എടുക്കാം. ഇത് കട്ടാക്കുമ്പോൾ കിട്ടിയ വേസ്റ്റ് കാർഡ്ബോർഡ് പീസസൊക്കെ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വേസ്റ്റേജ് കുറച്ച് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇനി ഇത് ഒരു ചാർട്ട് വെച്ച് കവർ ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.